വ്രതാനുഷ്ഠാനത്തിൻ്റെ ഈ ഒരു പരിശുദ്ധ നാളുകളിൽ ഒരുപാട് സന്തോഷകരമായ ഒരു ചടങ്ങിന് കഴിഞ്ഞ വർഷവും ഇപ്പം വീണ്ടും ഈ വർഷവും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടി സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ പൊടിയാലുവയിൽ ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഒന്നു ചേർന്ന് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഈ വ്രതാനുഷ്ഠാനത്തെ ഐക്യദാർഢ്യപ്പെടാൻ വേണ്ടി ഒത്തുകൂടുന്ന ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ധാരാളം ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആദരണീയ നേതാക്കന്മാർ, വിവിധ സാമുദായിക സംഘടനകളുടെ ഭാരവാഹികൾ, ഒപ്പം ഈ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ധാരാളം ജനങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്തൊക്കെ തന്നെ യുദ്ധത്തിൻ്റെയും കെടുതികളുടെയും സമാധാനമില്ലായ്മയുടെയൊക്കെ ഒരു പാതയിലേക്ക് പലപ്പോഴും ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ വലിച്ചിഴക്കപ്പെടുമ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ ഒത്തിരി മാതൃക, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല നടന്നപ്പോൾ പാളയം ഇമാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. പണ്ടും പാളയം ഇമാം അത് ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. അവിടെ മിക്കവാറും വൈകുന്നേരങ്ങളിൽ അടച്ചിടുന്ന ആ ഒരു പള്ളി ആ കാലത്ത് ഫുൾ തുറന്നു കൊടുക്കും. ആ സമയത്ത് എപ്പോഴും പള്ളി തുറന്നിടുന്നല്ലോ, ആ സമയത്ത് എല്ലാം തുറന്ന് രാത്രിയിൽ വരുന്ന സ്ത്രീകൾക്ക്, ഞാൻ നിയമസഭയുള്ള സമയത്ത് കണ്ടിട്ടുമുണ്ട്, എനിക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ട്. രാത്രി വരുന്ന സ്ത്രീകൾക്കടക്കം ഒരു പരിമിതികളുമില്ലാതെ, ഒരു നിയന്ത്രണവുമില്ലാതെ അവർക്കകത്തേക്ക് കയറാനും അവർക്ക് വെള്ളം കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം. ഞാൻ പറഞ്ഞു വന്നത് ഈ കേരളത്തിൻ്റെ ഒരു വലിയ മാതൃകയാണത്. ആ മാതൃക സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിനും കഴിയുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം. അവിടെ അതിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കാൻ ആ നാടിൻ്റെയൊക്കെ ജനപ്രതിനിധിയാവാൻ കഴിയുന്നവരാണ് ഞങ്ങളെല്ലാവരും തന്നെ. ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഇവിടെയുണ്ട്. ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ ആദരണീയരായിട്ടുള്ള ധാരാളം നേതാക്കന്മാരും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ ഞങ്ങൾക്കൊക്കെ കഴിയുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങളും ഈ ഒരു സ്നേഹം അറിയിക്കുകയാണ്. റംദാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ല. വിശക്കുന്ന മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികളായ മനുഷ്യർ പകൽ മുഴുവൻ ഒരിറ്റ് ജലമിറക്കാതെ വ്രതം നോക്കുകയാണ്. അതിനുശേഷം തങ്ങളുടെ വരുമാനത്തിൻ്റെ നല്ല ശതമാനം പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി കൊടുക്കുകയാണ്. ഒപ്പം പരസ്പര സ്നേഹത്തിൻ്റെ വലിയ സന്ദേശം എല്ലായിടത്തും പ്രചരിപ്പിക്കാൻ കൂടി കേരളത്തിലെ എല്ലാ ആഘോഷങ്ങളും പരസ്പരം മനുഷ്യരുടെ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമാവട്ടെ. ഒരു സ്പർദ്ധയുമില്ലാതെ, ഒരു ജാതിമത സ്പർദ്ധയുമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ടു വളരട്ടെ. അതിന് തീർച്ചയായിട്ടും ഈ ക്ഷേത്രം നടത്തുന്ന ഈ മാതൃകയെ, ക്ഷേത്ര ഭരണസമിതിയെ, തന്ത്രി അടക്കമുള്ള ഇവിടുത്തെ മുഴുവൻ പേരെയും, പ്രത്യേകിച്ച് നമ്മുടെ ദേവസ്വം പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല, കാരണം അത്രയും അധികം ആളുകൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നയനാൻ ചേട്ടനാണ് എന്നെ ആദ്യം ക്ഷണിച്ചത്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളെല്ലാവരും കൂടി എടുക്കുന്ന ആ ഒരു എഫേർട്ടിനുണ്ടല്ലോ, പ്രത്യേക ഒരു കൺഗ്രാജുലേഷൻസ് കൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങളും എല്ലാം ഇതിൻ്റെ ഒപ്പം പങ്കുചേരുന്നു. ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങളുടെയും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. പൊടിയാലുവയലിൽ ശ്രീ പാർവതി ക്ഷേത്ര തന്ത്രി ബഹുമാനപ്പെട്ട ശിവശർമ്മൻ, മറ്റ് ഭാരവാഹികൾ, MLA, ജനപ്രതിനിധികൾ, ഒരു നാടിൻ്റെ സൗന്ദര്യമാണ് നാം കാണുന്നത്. ഒരു നാടിൻ്റെ അഴകാണ് ഈ കാണുന്നത്. അല്ല, ഒരു നാടിൻ്റെ ഒത്തൊരുമയും യോജിപ്പും ഐക്യവുമാണ് ഇന്നിപ്പോൾ ഇവിടെ കാണുന്നത്. 4-5 വർഷമായി കണ്ടല്ലൂർ തെക്ക് പൊടിയാലുവയലിൽ ശ്രീ പാർവതി ക്ഷേത്ര ഭാരവാഹികൾ നടത്തുന്ന ഈ ഇഫ്താർ സംഗമം എന്തുകൊണ്ടും ഈ വേളയിൽ അനുഗ്രഹീതമാക്കപ്പെട്ടതാണ്. നേരത്തെ MLA പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലാണ് ഒരു ഒത്തൊരുമയും യോജിപ്പും കൂടുതൽ കാണുന്നത്. അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് പ്രവാചകന്മാരും മത നേതാക്കന്മാരും. നമുക്കറിയാം, കേരളത്തിൽ ധാർമ്മിക വിപ്ലവത്തിന് കൊടുങ്കാറ്റ് വീശിയ ബഹുമാനപ്പെട്ട ശ്രീ നാരായണ ഗുരു അങ്ങകലെ അരുവിപ്പുറത്തെ അമ്പലച്ചുമരിൽ ഒരു വാചകം കുറിച്ചിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണ്. വളരെ പ്രസക്തമായ ഒരു പ്രഖ്യാപനമാണ്
ബഹുമാനപ്പെട്ട ശ്രീ നാരായണ ഗുരു പറഞ്ഞു, ജാതിയില്ല, മതമില്ല, എല്ലാവരും മനുഷ്യരെ മനുഷ്യരായി കാണും. ഇന്ന് മനുഷ്യന്റെ ശത്രു മനുഷ്യനാകുമ്പോൾ മനുഷ്യരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നാം കാണുന്നത്. പുണ്യപ്രവാചകൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, നബിയെ, ജനങ്ങൾ ഏറ്റവും ഉപകാരമുള്ളവനാരാണ്? അവനാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ. ദൈവത്തിനോട് ഏറ്റവും അടുത്തവൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനം ഇന്ന് പ്രസക്തമാണ്. അതുകൊണ്ട് ഈ ഒരു ഐക്യം, ഈ നാടിന്റെ ഒത്തൊരുമ, യോജിപ്പ് വരും തലമുറകളും നീക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ നിലയ്ക്ക് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കൾ ഇത് കണ്ടുപിടിക്കണം. ഈ നാട്ടിൽ ഐക്യമുണ്ടാകണം, ഈ നാട്ടിൽ സമാധാനമുണ്ടാകണം, ഈ നാട്ടിൽ യോജിപ്പുണ്ടാകണം. അതിൻ്റെ വലിയൊരു സന്ദേശമാണ് ഈ സായം സന്ധ്യയിൽ നാം കാണുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി ഞങ്ങളെ ക്ഷണിച്ച ഈ പൊടിയാലുവയൽ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.